കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന സയൻസ് സിറ്റിയുടെ മുന്നിലാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയുമായിരുന്ന 2014 കാലഘട്ടത്തിലാണ് ഈ സയൻസ് സിറ്റി ഇവിടെ ആരംഭിക്കുന്നത്. നീണ്ട 10 വർഷക്കാലം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു പടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ കേന്ദ്രം. പടുകൂറ്റൻ പ്രവേശന കവാടവും ചുറ്റുമതിലും മാത്രമാണ് ഇതുവരെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. റോഡുകളോ വൈദ്യുതിയോ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെ ഇതിനുള്ളിൽ ഒരുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ്റെ അനാസ്ഥയായിരുന്നു ഇതിന് പിന്നിലെന്ന് ഇവിടുത്തെ നാട്ടുകാരും സമീപവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടി സാറ് വലിയ ദീർഘവീക്ഷണത്തോടെ കോട്ടയത്ത് ഒരു സയൻസ് സിറ്റിക്ക് വേണ്ടിയിട്ട് താല്പര്യമെടുക്കുകയും പക്ഷേ പിന്നീട് വന്ന MP-മാരൊക്കെ അതിനകത്ത് വലിയ താല്പര്യമൊന്നും എടുക്കാതെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീർഘവീക്ഷണത്തെ ഒന്നും കാണുകയോ അതിൻ്റെ പ്രോസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുകയോ ചെയ്യാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടും ഇത് കാട് പിടിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സിറ്റി പച്ച പിടിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ആ അവസ്ഥ, അപമാനത്തിൻ്റെ ഒരു സ്തംഭം പോലെ ഇതിവിടെ നിൽക്കുകയാണ്. ആദ്യഘട്ട പണി പോലും പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അന്നത്തെ MP ആയിരുന്ന ശ്രീ ജോസ് കെ മാണിയും പിന്നീട് MP ആയി വന്ന ശ്രീ തോമസ് ചാഴികാടനും ഇതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിച്ചത് എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഞാനിവിടെ സയൻസ് സിറ്റിക്ക് തൊട്ടടുത്ത് താമസിക്കുന്നതാണ്. ഇതാ ഈ അടുത്ത് കാണുന്ന ഗേറ്റിൽ അവിടെയാണ് എൻ്റെ വീട്. ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു, സയൻസ് സിറ്റി വരും, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ജോലിയാവും എന്നൊക്കെ വളരെ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. പക്ഷേ എങ്കിലിപ്പം പാമ്പുകളുടെയും ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതിൽ നടക്കാനും ഞങ്ങൾക്ക് തന്നെ ഇതിൽ ഇറങ്ങി നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഏറെ അഭിമാനത്തോടെ ഞങ്ങളുടെ ഈ കുറവിലങ്ങാട് മാത്രമല്ല ഈ നാട് മുഴുവൻ വൻ വികസനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു സംഭവമാണ്. കാരണം നാട്ടുകാരെല്ലാം അതുപോലെ സന്തോഷിച്ച ഒരു സമയമാണ്. പക്ഷേ ഇത് കഴിഞ്ഞേച്ച് പിന്നെ വന്ന ഒരു കാര്യങ്ങളും പിന്നെ നടന്നിട്ടില്ല. അതായത് തോമസ് ചാഴികാടൻ MP ആയിട്ട് വന്നു, ഒരു ചെറിയൊരു വിളക്ക് പോലും അനക്കാനായിട്ട് പുള്ളിയെ കൊണ്ട് സാധിച്ചില്ല. LDF-കാർ കാണിച്ചത് പിൻവാതിലിലൂടെ നിയമനം നടത്തുക, 8-10 പേരെ പിൻവാതിലൂടെ നിയമനം നടത്തുന്നു. അതാണ് അവരാകെ ചെയ്ത കാര്യം. ഈ ദുരിതാവസ്ഥയിൽ നിന്ന് സയൻസ് സിറ്റിക്ക് ഒരു മോചനം ആവശ്യമാണ്.